ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല ഈ ഫ്ലവർ ബോർഡറായിട്ട് വരുന്ന കോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബ്ലാങ്കറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ അത് താല്പര്യമുള്ളവർ അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അതിൻ്റെ ചെറിയ കോസ്റ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ഈവൻ ബിഗിനേഴ്സിന് പോലും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ക്രോഷ്യ അറിയാത്തവർക്ക് പോലും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ അതിന് ചെയ്യേണ്ടത് നമ്മൾ വൈറ്റ് യാൺ എടുത്തു. വൈറ്റ് യാണാണ് വെച്ചാണ് ഞാൻ കോസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇത് അക്രലിക് യാണാണ്, സെമി അക്രലിക് യാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ യാൺ എടുത്തു, എന്നിട്ട് കയ്യിൽ വെച്ചു. അപ്പോൾ മാജിക് സർക്കിൾ ഫോം ചെയ്യണം. അതിന് ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഹുക്ക് ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഇതിൻ്റെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇതിൻ്റെ ഹുക്കിൻ്റെ സൈസ് 2.5 mm ആണ്. പഠിച്ചു തുടങ്ങുന്നവർ ഈ ഒരു ഹുക്ക് 2 അല്ലെങ്കിൽ 2.5 mm ഹുക്ക് മാത്രം കയ്യിൽ വെച്ചാൽ മതി. അത് വെച്ച് അത്യാവശ്യം ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തു, ഇതിനെ വലിച്ചു, ട്വിസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കിത് കണ്ടോ, ഒരു മാജിക് സർക്കിൾ ഫോം ചെയ്തു. ഇനി ചെയ്യേണ്ടത് 2 ചെയിൻ ഇടാം. 1 2 കണ്ടോ, അങ്ങനെ 2 ചെയിൻ ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് ഡബിൾ ക്രോഷ്യസ് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 12 ഡബിൾ ക്രോഷ്യയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ യാൺ ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ടു. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ യാൺ വെച്ചു. ഇതിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോയി മാജിക് സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്തു. എന്നിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ വലിച്ചു, പിന്നെ 2 ലൂപ്പിൽ കൂടെ വലിച്ചു. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയി കണ്ടോ. ഇനി അടുത്തത് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിന് വേണ്ടി യാൺ ഓവർ ചെയ്യാം. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ പോവുക, വലിച്ചു, 2 ഹുക്കിൻ്റെ ഉള്ളിൽ 2 ലൂപ്പിൽ കൂടെ വലിച്ചു, പിന്നെ ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു. അപ്പോൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ആയി. ഇനി അങ്ങനെ 12 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ അതാ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ യാൺ ഓവർ ചെയ്തു, ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോയി വലിച്ചു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു, 2 ലൂപ്പിൽ കൂടെ ഒന്നുകൂടി വലിച്ചു. അപ്പോൾ കണ്ടോ, ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ 9 ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്തു നമ്മൾ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ അറ്റത്തെ ലൂപ്പ് പിടിച്ചിങ്ങനെ വലിക്കാം. നമ്മൾ മാജിക് സർക്കിളിൻ്റെ അറ്റത്തൊരു നൂലില്ലേ, ആ നൂലിങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ അത് ടൈറ്റാവും. കണ്ടോ, ഈ അറ്റം ഈ എൻഡ് വലിച്ച് ടൈറ്റാക്കാം. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടി. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ അല്ലേ, ഈ ഡബിൾ ക്രോഷ്യ അതിൻ്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് ഇത് ചെയിനിൻ്റെയും ഇവിടെ ഒരു ചെയിൻ ഇട്ടു നമ്മൾ 2 ചെയിൻ, അതിൻ്റെയും ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ഉള്ളിലുള്ള ഈ പോർഷനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ഹുക്ക് ഇങ്ങനെ കടത്താം, ഇതിനെ ഇങ്ങനെ വലിക്കുക, ഇതിൽ കൂടെ വലിച്ചെടുത്തു. അപ്പോൾ അത് സ്ലിപ്പ് സ്റ്റിച്ചായി. ഈ ഹോള് നന്നായിട്ട് ടൈറ്റാക്കി മുറുക്കുക കേട്ടോ. ഇനി ചെയ്യേണ്ടത് 2 ചെയിൻ ഇടുക. ചെയിൻ ഇടുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ഇത് കണ്ടോ, ഇങ്ങനെ നിൽക്കണതിന് ഇങ്ങനെ വലിച്ചു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നുകൂടി വലിച്ചു. അപ്പോൾ ചെയിൻ ഇട്ടു, 2 ചെയിൻ ഇട്ടു. ഇനി ചെയ്യേണ്ടത് 2 ഡബിൾ ക്രോഷ്യ എല്ലാ സ്റ്റിച്ചിലേക്കും കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്തു. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് കണ്ടോ, ഫസ്റ്റ് വി ഇതാ, ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. അതിൻ്റെ ഉള്ളിലേക്ക് കടത്തുക, വലിക്കുക, 2 ലൂപ്പിൽ കൂടെ എടുക്കുക, പിന്നെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി ഒന്നുകൂടി യാൺ ഓവർ ചെയ്യുക, സെയിം സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വലിച്ചു, 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഒരേ സ്റ്റിച്ചിലേക്ക് തന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ കൊടുത്തു. ഇനി അടുത്തത് ഇതിൻ്റെ അടിയിലേക്ക് ഇവിടേക്ക് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ കൊടുക്കാം. അപ്പോൾ 1 ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഇതിനെയാണ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയപ്പോൾ എല്ലാ സ്റ്റിച്ചിലേക്ക് ഇതിൻ്റെ അടിയിലേക്ക് 2 എണ്ണം, ഇതിൻ്റെ അടിയിലേക്ക് 2 എണ്ണം അങ്ങനെ കൊടുക്കുക കേട്ടോ. എല്ലാത്തിൻ്റെയും താഴെ 2 ഡബിൾ ക്രോഷ്യ. എന്താ, അപ്പോൾ ഈ റോ അവസാനിക്കാറായിട്ടോ. ലാസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്തു. ഇനി ചെയ്യേണ്ടത് നമ്മളിവിടെ ചെയിൻ ഇട്ടില്ലേ, ഈ ചെയിനിൻ്റെയും ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ഉള്ളിലേക്ക് ഈ ഹുക്ക് കടത്തിയിട്ട് ഇതിനെ വലിക്കുക, എന്നിട്ട് ഈ ലൂപ്പിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ ഈ റോ കഴിഞ്ഞു. ഇനി തേർഡ് റോയ്ക്ക് 2 ചെയിൻ ഇടാം. 1 2 2 ചെയിൻ ഇട്ടു. ഇനി ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തില്ലേ, അതാ ഇവിടെ ഒരു വി കണ്ടില്ലേ, അതിൻ്റെ അടിയിലേക്ക് യാൺ ഓവർ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ചെയ്ത പോലെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഒന്ന് വലിച്ചു, 2 ലൂപ്പിൽ കൂടെ എടുത്തു, പിന്നെ 2 ലൂപ്പിൽ കൂടെയും വലിച്ചെടുത്തു. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഈ സ്റ്റിച്ചിലേക്ക് ചെയ്യേണ്ടത്
ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഇവിടേക്ക് തന്നെ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ സർക്കിൾ ഡെവലപ്പായി പോകുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. ആദ്യം എല്ലാ സ്റ്റിച്ചിലും ഇൻക്രീസ് ചെയ്തെങ്കിൽ പിന്നെ ഓൾട്ടർനേറ്റ് സ്റ്റിച്ചിലായിരിക്കും ഇൻക്രീസ് വരിക. അപ്പോൾ ഇനി ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ 1 ഡബിൾ ക്രോഷ്യ. ഇനി അടുത്തതിൽ വരുമ്പോൾ ഇവിടെ 2 ഡബിൾ ക്രോഷ്യ. 1 2 രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഈ റോയിന് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഒരു സ്റ്റിച്ചിലേക്ക് കേട്ടോ, ഈ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഇതിൽ 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക ഈ റോ. ഇപ്പോൾ കണ്ടോ, ഈ ലാസ്റ്റ് റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റിച്ചിൽ വരുന്നത് ഇൻക്രീസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ വരുന്നത് കണ്ടോ. ഇനി ചെയ്യേണ്ടത് ഇവിടെ ചെയിൻ ഇട്ടില്ലേ, ചെയിൻ ഇട്ടതും പിന്നെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയും തമ്മിലുള്ള ഈ ഗ്യാപ്പില്ലേ, ചെറിയൊരു ഗ്യാപ്പ് കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് കടത്തുക, യാൺ ഓവർ ചെയ്യുക, വലിക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. അപ്പോൾ അതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തതിൽ ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ 2 ചെയിൻ ഇടും, 1 2. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, രണ്ടാമത്തേൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു കണ്ടോ, 1 ഡബിൾ ക്രോഷ്യ. ഇനി രണ്ടാമത്തേൽ വരുമ്പോൾ ഇവിടെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ. ഇനി തേർഡ് സ്റ്റിച്ചിൽ വരുമ്പം ഇൻക്രീസ് കൊടുക്കും, ഇവിടെ 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 1 സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി കണ്ടോ, ഇങ്ങനെ കൊടുത്തു. അപ്പോൾ അതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഒരു ഡബിൾ ക്രോഷ്യ ഇവിടെ, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ ഇൻക്രീസ്. അപ്പോൾ കാണിച്ചു തരാം. 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, പിന്നെ ഇൻക്രീസ് എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ തന്നെ 2 എണ്ണം. ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം ചെയ്യുന്നതാണ് കേട്ടോ. ഇതും കൂടി വലിച്ചാൽ കംപ്ലീറ്റ്. ഇനി ഈ റോ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, പിന്നെ ഇൻക്രീസ്. ഇതാ കണ്ടോ, ഇപ്പോൾ ഈ റോ കഴിയാറായി. അപ്പോൾ ഇവിടെ വന്നപ്പം 2 ഡബിൾ ക്രോഷ്യ നമ്മളിവിടെ ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇനി ഇവിടെ ഒരു ഇൻക്രീസ്, കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ചെയിനിൻ്റെ ഉള്ളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയായിട്ടോ കോസ്റ്റർ. അപ്പോൾ കോസ്റ്ററിൻ്റെ വൈറ്റ് പോർഷൻ കഴിഞ്ഞു ഇവിടെ. ഇനി ചെയ്യേണ്ടത് നമ്മൾ ലീഫിൻ്റെ ഒരു പോർഷൻ പോലെ അത് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനിവിടെ യാൺ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ പോർഷൻ വലിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്രീൻ അറ്റാച്ച് ചെയ്യുക, ഗ്രീൻ യാൺ അറ്റാച്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ആ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിനി ഗ്രീൻ യാൺ എടുത്തു, ഒലിവ് കളർ ഗ്രീൻ യാണാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതും ഒരു നോട്ടിടാം, ഗ്രീൻ യാണും ഒരു നോട്ടിടാം കണ്ടോ. നോക്കാം, ഇങ്ങനെയാണ് ഒരു നോട്ടിട്ടു, നോർമൽ സ്ലിപ്പ് നോട്ടിട്ടു. എന്നിട്ട് അത് ഇങ്ങനെ. ഇനി ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചില്ലേ, അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇതിൽ കൂടെ ഇതിനെ കടത്തിയിട്ട് ഈ യാണിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക അപ്പുറം സൈഡിലേക്ക്. ഇനി ചെയ്യേണ്ടത് ഒരു 4 ചെയിൻ ഇടാം. 1 2 3 4 4 ചെയിൻ ഇട്ടു. എന്നിട്ട് ഈ സെയിം സ്റ്റിച്ചില്ലേ ഇപ്പോൾ ഇട്ട ചെയിൻ ഇട്ട് അവിടേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പം കണ്ടോ, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തപ്പോൾ ഇവിടെ ഒരു വി പോലത്തെ ഒരു സ്ട്രക്ചർ കിട്ടിയില്ലേ. ഇനി ചെയ്യേണ്ടത് 2 ചെയിൻ സ്കിപ്പ് ചെയ്യാം. 1 2 ഇവിടുത്തെ 2 സ്റ്റിച്ച് മുകളിലത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് ഈ മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. കണ്ടോ, 1 ഡബിൾ ക്രോഷ്യ. ഇനി ചെയിൻ 2 1 2 2 ചെയിൻ ഇട്ടു. പിന്നെ ചെയ്യേണ്ടത് സെയിം സ്റ്റിച്ചിലേക്ക് ഇവിടേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യാം. അപ്പോൾ ഒരു വി പോലത്തെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കണ്ടോ. അപ്പോൾ ഒരു വി പോലെ കണ്ടില്ലേ. ഇനി ഇത് ഈ റോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് 1 2 സ്കിപ്പ് ചെയ്യുക, ഇവിടേക്ക്
ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, ചെയിൻ ചെയ്തു, 1 2 2 ചെയിൻ ഇട്ടു, പിന്നെ ഇവിടേക്ക് കണ്ടോ ഇങ്ങനെ. ഇപ്പോൾ കുറേ 3 വി കിട്ടിയില്ലേ. ഇതുപോലെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2 ചെയിൻ ഇട്ടിട്ട് ഈ ഗ്യാപ്പിലേക്ക് നമുക്ക് ഇവിടേക്ക് കണ്ടോ ഫസ്റ്റ് ഇതില്ലേ, ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ വന്നു. ഇവിടെ 2 ചെയിൻ ഇട്ടു ഞാൻ, ഇത്രയും വേണ്ട, ഒരു ചെയിൻ ഇട്ടാൽ മതി. എന്നിട്ട് ഈ ഗ്യാപ്പിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇനി ഈ ആണ് കട്ട് ചെയ്ത് കളയാം കേട്ടോ, ഈ ഗ്രീൻ യാൺ. ഇതിൽ കൂടെ എന്നിട്ടൊന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന പ്രോജക്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് പോലും വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികൾ ടി വി കണ്ടിരിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ചസ് പഠിപ്പിച്ചിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രൊജക്ട്സ് ചെയ്യുമ്പം അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ പിങ്ക് കളർ വെച്ചിട്ടാണ് കേട്ടോ ഫ്ലവർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പിങ്ക് യാൺ എടുത്തു. പിങ്ക് യാണിൽ ഒരു ചെറിയ നോട്ട്, സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തു. ഇത് 100% അക്രിലിക്കാണ്. ഇപ്പോൾ ഇത് ചെയ്ത ഗ്രീനും ഓഫ് വൈറ്റും നമുക്ക് ഒരു 50% കോട്ടൺ ഉണ്ട് അതിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാണ് അതാ, 50% കോട്ടനുള്ള ഇങ്ങനത്തെ യാണ്. ഇത് ഫുൾ അക്രിലിക്കാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒരു കണ്ടില്ലേ, നമ്മളിവിടെ വിയും ഉണ്ട് സ്പേസും ഉണ്ട്. ഇതാണ് വി, ഇതാണ് സ്പേസ്. അപ്പോൾ ഈ സ്പേസിലേക്ക് ആദ്യം ചെയ്യേണ്ടത് സ്പേസിലേക്ക് നമ്മൾ ഈ ലൂപ്പ് ഇത് കടത്തിയിട്ട് ഹുക്ക് കടത്തി ഈ യാണിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സ്പേസിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തിട്ട് ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. എന്നിട്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് വി ഇല്ലേ, ഈ വിയിലേക്ക് ഈ പോർഷനിലേക്ക് അപ്പോൾ നമുക്ക് ഈ ബാക്കി കിടക്കുന്ന യാൺസൊക്കെ ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ട് ഈ യാണിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഇനി വരുന്ന സ്റ്റിച്ചുകൾ ചെയ്താൽ പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തയ്ച്ചു കൊടുക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഗ്യാപ്പിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഈ വി ഇല്ലേ, വിയിലേക്ക് ഡബിൾ ക്രോഷ്യ കൊടുക്കാം. 5 ഡബിൾ ക്രോഷ്യ കൊടുക്കണം കേട്ടോ. അപ്പോൾ നോക്ക് കണ്ടോ, ഞാനിപ്പോൾ ഈ ആണുകളുടെ ഉള്ളിൽ കൂടെയൊക്കെ തന്നെ എടുത്തു. അപ്പോൾ ഇനി എനിക്കത് എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ കൊടുത്തു കണ്ടോ. ഇനി അങ്ങനെ 5 ഡബിൾ ക്രോഷ്യ, 2 3 4 അഞ്ചാമത്തെ ഡബിൾ ക്രോഷ്യയും കൂടി കൊടുക്കാം കേട്ടോ. ഇവിടെ 5th ഡബിൾ ക്രോഷ്യ, 5 കണ്ടോ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ലൂപ്പ് ഇതിനെ അങ്ങ് വലുതാക്കുക. ഈ ലൂപ്പിനെ വലുതാക്കിയിട്ട് നമ്മുടെ ഇവിടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കൊടുത്തില്ലേ, അതായത് ഇവിടെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ ഇങ്ങനെ ഇതിൻ്റെ താഴെയുള്ള സ്റ്റിച്ചിൽ കൂടെ കടത്തിയിട്ട് ഹൂക്ക് കടത്തി ഈ ലൂപ്പിനെ ഇങ്ങനെ വലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കണം. ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ അടിയിൽ കൂടെ വലിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്തു കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു ബഡ് പോലെയായി. ഇനി ചെയ്യേണ്ടത് ചെയിൻ 2 ഇടുക. 1 2 2 ചെയിൻ ഇട്ടു. അപ്പോൾ ഈ ബാക്കിൽ കുറേ യാണിങ്ങനെ നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് അതിനെ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് അതിനെ യാണിനെ വെച്ചിട്ടാണ് തയ്ച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് ഞാൻ തയ്ച്ചു കൊടുക്കാനൊന്നും നിൽക്കണ്ട, എനിക്കിതിങ്ങ് കട്ട് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ നമ്മൾ ഡാണിങ് നീഡിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തയ്ച്ചു കൊടുത്താലും മതി. ഇനി ചെയ്യേണ്ടത് ഇവിടെയുള്ള ഗ്യാപ്പില്ലേ, അത് ഈ ഗ്യാപ്പ് ഇവിടേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. കണ്ടോ, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി വിയിലേക്ക് വീണ്ടും 5 ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. 1 2 3
4 5. എൻ്റെ നൂല് കുറച്ചുകൂടി തടിയുള്ള വണ്ണമുള്ള നൂലായതുകൊണ്ട് 4 ഡബിൾ ക്രോഷ്യ ചെയ്താലും മതി എനിക്ക്. നിങ്ങളുടെ ഇതുപോലെ കനം കുറഞ്ഞ ഇതുപോലത്തെ നൂലാണെങ്കിൽ 5 ഡബിൾ ക്രോഷ്യ കൊടുക്കാം കേട്ടോ. അത് യാണിൻ്റെ തിക്നെസ് വെച്ച് ചെയ്യാം. എന്താ അപ്പോൾ ഇങ്ങനെ ഇതിൽ കൂടെ കടത്തി ഇനി ഇതിനെ ഇതിൽ കൂടെ വലിച്ചെടുത്തു കണ്ടോ. വീണ്ടും അതൊരു ബഡ് പോലെയായി. ഇനി ചെയിൻ 2 1 2. ഇനി ചെയ്യേണ്ടത് ഇത് ഗ്യാപ്പിലേക്ക് സിംഗിൾ ക്രോഷ്യ കണ്ടോ. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇവിടേക്ക് ഇനി 5 ഡബിൾ ക്രോഷ്യ, ഇവിടേക്ക് സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നോക്ക്, ഈ ലാസ്റ്റ് വീല് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 2 ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യാം. 1 2 രണ്ടാമത്തെ, അങ്ങനെ മൊത്തം 5 ഡബിൾ ക്രോഷ്യ ചെയ്തു കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഇതിങ്ങനെ വലിച്ചു, ആ ലൂപ്പ് അവിടെ ഇട്ടു. ഇനി കണ്ടോ ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കണ്ടില്ലേ, ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ അതിൻ്റെ മുകളിലുള്ള ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ കടത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. ഇതിനെ ഈ എണ്ണ ഇങ്ങനെ വലിച്ച് ഇതിൽ കൂടെ എടുത്തു കണ്ടോ, വലിച്ചെടുത്തു. ഇനി ചെയ്യേണ്ടത് ഒരു 1 2 ചെയിൻ 2 ഇട്ടു. ഇനി ഇതാ ഈ ഗ്യാപ്പിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട്, സിംഗിൾ ക്രോഷ്യ അല്ല കേട്ടോ അവിടെ കൊടുക്കേണ്ടത്, അവിടെ സ്ലിപ്പ് സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. കാരണം ഓൾറെഡി ഒരു സിംഗിൾ ക്രോഷ്യ അവിടെ ഉണ്ട്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ക്രോഷ്യ അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനുള്ള ട്യൂട്ടോറിയൽസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ക്രോഷ്യ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇത് ലൂപ്പിൽ കൂടെ അതിനെ വലിച്ചെടുത്ത് ടൈറ്റാക്കി. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ചെറിയ കോസ്റ്റർ. ഇനി നമുക്കിത് ഇപ്പോൾ കപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് കോസ്റ്ററായിട്ട് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു എന്താ വെയ്സ് പോലെ ക്രോഷ്യയുടെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതിനെ ഒരു ബൊക്കെ പോലെ വെക്കാം. ഈ യാൺ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടോ, ബാക്കിൽ കുറച്ച് യാൺസ് ഉണ്ട്, അതിനെ ഡാണിങ് നീഡിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇതിനെയും അങ്ങനെ തയ്ച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇനി ഇതിനെ ഇവിടെ ഒന്ന് ഈ ഹോള് ഇത് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ടൈറ്റാവും. നടുക്ക് നന്നായിട്ട് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റാവും കണ്ടോ. അപ്പോൾ ആ ഹോള് പോയി. ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു.